ഈ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നതും അതേപോലെ അപ്പം ഉള്ളിൽ ഇങ്ങനെ കോർ ഇടുകയാണ്. സ്ക്രിപ്റ്റ് ആദ്യമേ സ്കോർ ചെയ്ത് എവിടെയെങ്കിലും ഇരുന്ന് എഴുതുകയായിരുന്നു ആദ്യത്തെ പരിപാടിയൊക്കെ. പേപ്പറിൽ എഴുതിയിടും. പേപ്പറിൽ എഴുതിയായിരുന്നു. ഇപ്പം നമുക്ക് മൊബൈലുണ്ടല്ലോ, മൊബൈലിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഓർക്കണത് പറഞ്ഞു വയ്ക്കും. ഈ കംപ്ലീറ്റ് ആയ സ്ക്രിപ്റ്റിന്റെ കാര്യം എന്തായി? അത് ഇപ്പോൾ അതിൻ്റെ ട്രിമ്മിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത വർഷം തന്നെ ആ സിനിമ ഉണ്ടാവും, പുറത്തു വരും. അല്ല, ഷൂട്ട് സ്റ്റാർട്ട്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടൂടെ അറിയപ്പെടാൻ പറ്റും. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയ ഷോ ആണ്. നമ്മളിവിടെ ഏഷ്യാനെറ്റിൻ്റെ വലിയൊരു പ്രൊജക്റ്റാണത്. ഈ ബിഗ് അകത്തേക്ക് പോകുമ്പോൾ ഒരു സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് നിന്ന് പുറത്ത് വരുമ്പോൾ ഫൈനൽ വരെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് വലിയ കാര്യമാണ്. പുറത്ത് വന്നപ്പോൾ ഒരു സുരേഷ് ഏട്ടനുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു? അതെനിക്കറിയില്ല. ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ്. അവിടെ നിന്ന് കുറേ പാഠങ്ങൾ കിട്ടില്ലേ? പുതിയ കുറേ പാഠങ്ങൾ. ശരിക്കും ഒരുപാട് പാഠങ്ങൾ കിട്ടുന്നുണ്ട്. മെയിനായിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മെയിൻ പാഠം എന്ന് വെച്ചാൽ പരിധിയും പരിമിതിയും. നമ്മൾ ഇത്ര പരിധി വരെ പോകാവൂ. കാര്യം ആ ഒരു ചുറ്റോട്ടത്തല്ലേ ജീവിക്കുന്നത്. പരിമിതി ഉള്ളത് കൊണ്ട് വെച്ച് ആ പരിമിതിയിൽ ജീവിക്കുക. ഇതൊക്കെ അവിടെ നിന്ന് പഠിച്ചതാണ്. പിന്നെ ക്ഷമ, ഒരുപാട് ക്ഷമ പഠിച്ചത് അവിടെ നിന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ ജെനുവിനായിട്ട് നിന്നോന്നാണ് എല്ലാവരുടെയും അഭിപ്രായമുള്ളത്. അത് നമുക്ക് നമ്മളെല്ലാം പറ്റില്ലല്ലോ. പക്ഷെ പഠിക്കാനുള്ളത് പഠിക്കുകയും ചെയ്യാം. പക്ഷെ എങ്കിലും അതിനകത്ത് ബിഹേവ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ പുറത്ത് വേറൊരു ലൈഫ് ഭയങ്കര സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആ നമ്മളെയാണോ കൂട്ടിനകത്ത് ഇട്ട് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ കുറേശ്ശെ സ്ട്രെസ് ഉണ്ട്. ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അത് അതിനകത്ത്? എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് തോന്നാ പോണ്ട. കാര്യം അവിടെയുള്ള നമ്മളെ കൂടെ ഉള്ളവരുടെയൊക്കെ നമ്മളുമായിട്ടുള്ള സഹകരണം, അവർ നമുക്ക് തരുന്ന സ്നേഹം, കാര്യങ്ങൾ തമ്മിൽ അടികൂടുമെങ്കിലും അതൊക്കെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. പിന്നീട് എല്ലാവരും ഒറ്റക്കെട്ടാവും. അങ്ങനെയാണ് ഇപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നെ അതിലേക്ക് വിളിക്കുന്നത് ഏഷ്യാനെറ്റിലെ റിജു ആണ് എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഷോ ഉണ്ട്. എനിക്ക് ആ ഷോയെക്കുറിച്ച് എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അത് പരോൾ സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കണ കാണാം, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട്, ബാംഗ്ലൂർ സൈഡിലേക്ക് കമൽ സാറിൻ്റെ ഫോട്ടോ. ഞാൻ ബിഗ് ബോസ് എന്ന് ബ്രൂസിലേക്ക് അഭിനയിച്ചിട്ടുള്ള പടം എത്രയോ പേരിൽ വന്നിട്ടുണ്ട്. ഇന്നർക്ക് ഇനി ഈ പേര് മാറ്റിയുള്ള സിനിമയ്ക്ക് ശരിക്കും സിനിമയെന്നാണ് കരുതിയത്. പിന്നെ അവിടെ പോകുമ്പോൾ ഷോ കഴിഞ്ഞ സമയത്ത് വാവ കൊട്ടാരക്കര അസോസിയേറ്റ് ഡയറക്ടർ, വാവയാണെങ്കിൽ പറഞ്ഞു തന്നാൽ ഇതൊരു ഷോയാണ് ചേട്ടാ, അത് ഏഷ്യാനെറ്റിൽ ഇങ്ങനെ വരാൻ പോകണം, അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഉള്ളതാണ്, അതിങ്ങനെ വരാൻ പോകണം. അപ്പോഴൊന്നും ഞാൻ എന്നെ അല്ലെങ്കിൽ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ വിളിച്ചു, എന്നോട് 20 ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു പോയി. പിന്നെ 100 ദിവസം നിൽക്കേണ്ടി വന്നു. അത് ഭയങ്കര ഒരു സംഭവമല്ലേ? ഞാൻ ലാലേട്ടനോട് പറഞ്ഞു കഴിഞ്ഞ ഒരു സിനിമയുടെ അഡ്വാൻസ് മേടിച്ചിട്ട് പോവുമായിരുന്നു. ദുൽഖർ നായകനാവുന്ന ഒരു സിനിമയായിരുന്നു അത്. അപ്പോൾ ആ പടം എന്തോ പടം ഇറങ്ങിയില്ലെന്ന് തോന്നുന്നു. പിന്നെ അതെന്തോ ഇത് മുടങ്ങിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞോളാം, ഇങ്ങനെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇറങ്ങി വന്നപ്പോൾ ആ അഡ്വാൻസ് പൈസ തിരിച്ചു കൊടുത്തു. ആദ്യം ചെയ്തതാണ് അവർക്ക് കൊടുത്തു. ഇപ്പോൾ ഒരു സിനിമാക്കാരനായി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ സിനിമാ സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊരു സാധാരണക്കാരനായി വന്ന ഒരാളാണ്, വലിയ സ്റ്റാർ പദത്തിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ ഓരോ സിനിമകളുടെയും സെറ്റുകൾ ഓരോ രീതിയിലായിരിക്കും. പക്ഷേ സുരേഷ് ഏട്ടനെ എങ്ങനെയാണ് നമ്മുടെ സിനിമ അക്സെപ്റ്റ് ചെയ്തത്? അവിടെയൊക്കെ ചെല്ലുമ്പോൾ സുരേഷ് ഏട്ടന് പാട്ടൊക്കെ കയ്യിലുള്ളതുകൊണ്ട് ആൾക്കാരെയൊക്കെ ആകർഷിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്വീകാര്യതയാണോ കിട്ടിയത്, അതെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ല, മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ സ്വീകാര്യത നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ലായിരുന്നു. അപ്പോൾ അഭിനയത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഡയറക്ടർ പറയുന്നത് നമ്മൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ബംഗാളി സിനിമയിൽ തന്നെ തറയിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നു ബംഗാളിക്ക്. ഇയാൾ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ കാഷ്യർ. അപ്പോൾ എന്താ പറയുക, ആ ഫ്ലോർ ആദ്യം വന്ന ആ ഡയറക്ടറൊക്കെ വന്ന് തുളച്ച് വൃത്തിയാക്കിയത്, ക്ലീൻ ചെയ്ത് കാണും. പിന്നെയും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഷോട്ട് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് പിന്നെയും വീണ്ടും പല ആൾക്കാരും അതുവഴി പോയി. അപ്പം ഞാൻ എൻ്റെ ഡയറക്ടർ ജോബിൽ പറഞ്ഞാൽ അത് ഒന്നുകൂടെ വൃത്തിയാക്കണം പറഞ്ഞു. അപ്പോൾ പുള്ളി ആ ഡയറക്ടർ ആ സൈഡൊക്കെ നോക്കി ആരെയും കണ്ടില്ല, ഡയലൈറ്റ് പവറായി, അത് ഇപ്പോൾ ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി തന്നെ എന്താ കൈ കൊണ്ട് തുറച്ചെന്നൊക്കെ തോന്നുന്നു. എനിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു അതങ്ങനെ ചെയ്തില്ലെന്ന്. പക്ഷെ നമ്മൾ പണ്ടും തറയുന്നൊക്കെ ആഹാരം എടുത്ത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനമാണ്, അത് സിനിമയ്ക്ക് ആവശ്യമുള്ള സാധനമാണ്, ഒരു ആർട്ടിസ്റ്റ് അത് ചെയ്യേണ്ടതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ സീൻ ചെയ്തു. അതിൻ്റെ സീക്വൻസ് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കണം. ഇപ്പം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു
ഇത് പോയി, രസം പോകും. രസം പോകും. പക്ഷേ ഈ പാട്ട് കയ്യിലുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഒരു സുരേഷ് ചേട്ടൻ്റെ ഒരു സ്വീകാര്യത കിട്ടിയിട്ടില്ലേ? സെറ്റിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പാടാൻ പറയും. കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ബംഗാളിൽ അങ്ങനെയുള്ള ഒരു എൻജോയ് ആർക്കും ഇല്ലായിരുന്നു. എൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരാളാണ് ജോബി. ഭയങ്കര ടെൻഷനിലാണ്. പെട്ടെന്ന് തീർക്കണം, ഫണ്ട് പ്രശ്നം. അങ്ങനെ സെറ്റിൽ ഒരു വീട് കെട്ടിയിരുന്നു, ഒരു കുടിൽ ബംഗാളി. കുറച്ച് തുച്ഛമായ പൈസ ആയിരിക്കാം സെറ്റിൽഡായി, പക്ഷെ അത് കത്തിപ്പോയി. അപ്പം ഞങ്ങൾക്ക് 1-2 വലിയ അപകടം പറ്റേണ്ടതാണ്. അതൊക്കെ ദൈവം കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ആ സെറ്റ് വീണ്ടും കെട്ടണമെങ്കിൽ അതിന് ഫണ്ട് ഇടാൻ പറ്റും, ഇടാതെ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ടെൻഷനൊക്കെ ജോബിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ 100-100ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. ഇതെല്ലാം കുറച്ചായിട്ടുള്ള 1-2 പേര് എന്താ പുതിയതായിട്ടുള്ള ആൾക്കാരുള്ളൂ. ബാക്കിയെല്ലാം ടി വിയിലും മിമിക്രിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബംഗാളി സിനിമ അത്ര എല്ലാവരും ആ സിനിമയിലായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, 3 ലീഡായിട്ടുള്ളൊരു ക്യാരക്ടർ, നമുക്ക് ടൈറ്റിൽ ക്യാരക്ടറാണ്. അപ്പോൾ എൻ്റെ അഭിനയം മറ്റുള്ള സിനിമകളിലെ പോലുള്ള ആവരുതെന്ന് ജോബിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇയാൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുരങ്ങനായിട്ട് കളിപ്പിക്കുമ്പോൾ നമ്മൾ കളിപ്പിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാം എന്താണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്കിലും ഡബ് ചെയ്യുമ്പോഴൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നിയോ? ഡബ് ചെയ്യുമ്പോൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഭാഗങ്ങളെല്ലാം എനിക്ക് ഇഷ്ടം ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം പറയൂ, എന്താണ് സിനിമ എന്ന് മൊത്തം ഡയറക്ടർക്കല്ലേ അറിയാവൂ. ഞാൻ അഭിനയിക്കാത്ത ഭാഗങ്ങളുണ്ട്, ഞാനില്ലാത്ത ഭാഗങ്ങളുണ്ട്, അതൊക്കെ ഡയറക്ടർക്കല്ലേ അറിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷ എനിക്കാണുള്ളത്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു സീനോ, ഒരുപാട് ടേക്ക് പോയോ സീനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ബംഗാളിയിലുണ്ടായിട്ടുണ്ട്. ഈ നടക്കുന്നത് പോലും ഒരു ബംഗാളിയുടെ ഒരു ബിഹേവിയർ സംവിധായകൻ ഉദ്ദേശിക്കുന്ന പയ്യെ മെല്ലെ നടക്കുക. ഇയാൾ ബംഗാളിയിൽ നിന്നാണെങ്കിലും ഈ ബംഗാളിയുടെ അമ്മയോടൊപ്പം ഇയാൾ ചെറുപ്പത്തിൽ ഈ ഗ്രാമത്തിൽ വന്നതാണ്. ഒരു ഉൾനാടൻ ഗ്രാമമാണ്. ബംഗാളിയോടൊപ്പം അമ്മയോടൊപ്പം ചെറു ഗ്രാമത്തിൽ വന്ന ഈ ബംഗാളിയുടെ അമ്മ അവിടെ മരിക്കുകയാണ്. മരിക്കുമ്പോൾ പിന്നെ അമ്മ ഉറങ്ങുന്ന മണ്ണിൽ അയാൾ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ഇയാൾക്ക് പിന്നെ അമ്മയോടൊപ്പം തന്നെ സ്നേഹമുള്ള ഒരാളാണ് മമ്മൂക്കയെ കാണണം, അദ്ദേഹത്തുള്ള ഒരു സീനിലെങ്കിലും ഒന്ന് അഭിനയിക്കണം എന്നൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കുകയും പറയുകയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇയാൾക്ക് ജോലി പല വീടുകളിലായിട്ട് ജോലി ചെയ്യുന്നു. കൂലിയായിട്ടൊന്നും കിട്ടത്തില്ല, ഭക്ഷണമൊക്കെ ആയിട്ടൊക്കെ കിട്ടുക. ഇപ്പോൾ കൂലിയായിട്ട് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ തന്നെ അത് മമ്മൂക്കയെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും പറ്റിച്ച് വാങ്ങിച്ചിട്ട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം സിനിമയിൽ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും തീം കേൾക്കുമ്പോൾ കൊള്ളാം. ഈ സിനിമ എല്ലാവരും കാണട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പൊ നാട്ടിലൊക്കെ ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ കുറച്ചൊരു പത്രാസൊക്കെ കിട്ടില്ലേ? നമുക്ക് കുറച്ച് പത്രാസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതുപോലെ ഞാൻ തറയാവുന്നുണ്ടോ എന്നൊരു വിചാരം ഇടയ്ക്കിടയ്ക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നാട്ടിലധികം പോകും. എൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഉള്ള ആളായിപ്പോവും. പഴയ ഞാനായിപ്പോവും. പിന്നെ പിടി വിട്ടുപോകും ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ അധികം നാട്ടിൽ പോകാറില്ല. അരിസ്റ്റോ ജംഗ്ഷനിൽ ഒട്ടും പോകില്ല. വളരെ കുറച്ചേ പോകത്തുള്ളൂ. അവിടെ പോകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യം, ഞാനൊരു സിനിമ നടനാണെന്നോ സെലിബ്രിറ്റി ആണെന്നോ എന്നെ സിനിമയിൽ കൊണ്ടുവന്നവർ ഞാൻ കാണണം മോശമാകുമെന്നോ എന്നൊക്കെയുള്ള എല്ലാ ബോധവും അങ്ങ് പോകും. അപ്പോൾ വേറെ ആ പഴയ സുരേഷായിട്ടായിരിക്കും പിന്നെ അവിടെ നടക്കുക പെരുമാറുക. അതുകൊണ്ട് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കുറ്റബോധം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ നാട്ടിൽ പോകാറുള്ളൂ. പോയാൽ തന്നെ ഒരുപാട് പേര് സംസാരിക്കാറില്ല, അധികം നിൽക്കാറില്ല. ഇന്ന് ഞാൻ തമ്പാനൂരിൽ നിന്നാണ് ട്രെയിൻ കയറി ഇങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഞാൻ അരിസ്റ്റോ ജംഗ്ഷൻ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, പണ്ട് നമ്മൾ അരിസ്റ്റോ ജംഗ്ഷൻ കണ്ടിരുന്നപ്പോൾ ആലോചിക്കുന്നതല്ല, ഇന്നിപ്പോൾ അരിസ്റ്റോ എന്ന് കേൾക്കുമ്പോൾ അരിസ്റ്റോ സുരേഷ് എന്ന് കൂടെ നമ്മൾ ഓർക്കുന്നുണ്ട്. അത്തരത്തിലൊരു ആർട്ടിസ്റ്റ് വളർന്നു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും ഈ സിനിമ സക്സസ് ആവട്ടെ. അരിസ്റ്റോ സുരേഷിൻ്റെ പേര് കൂടുതൽ ഞങ്ങൾക്ക് ഓർക്കാൻ കാരണമാവട്ടെ. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.